നമുക്ക് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. ഏലീശ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഏലീശ ആ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് കൊച്ചു മരിച്ച് കട്ടിലേക്ക് കിടക്കുന്നതാണ് കണ്ടത്. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. പ്രാർത്ഥിക്കുവാണ്, ഒരു വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കുവാണ്. ഏലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു. പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച വിഷയമുണ്ടല്ലോ, സാധ്യതയ്ക്ക് 1 ഇഞ്ച്